അനുപമേ, സ്ത്രീകൾ മദ്യപിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട്ടിലുള്ള ആർക്കും അംഗീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് ഈ സ്ത്രീകൾ മദ്യപിക്കുന്നു എന്ന് പറയുന്നത്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, ഈ കൊല്ലം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ട് ചിന്താ ജെറോം ബിയർ കുപ്പിയിൽ വെള്ളം കുടിച്ചപ്പോൾ പ്ലാസ്റ്റിക് വേണ്ടെന്ന് വെച്ച് ബിയർ കുപ്പി ഓപ്റ്റ് ചെയ്തതാണ് സമ്മേളനത്തിലുള്ളവര്. പക്ഷെ അവര് ചിന്ത ആ ബിയർ കുപ്പിയിൽ വെള്ളം കുടിച്ചതായിരുന്നു അവരുടെ പ്രശ്നം. ചിന്ത എന്ന് പറയുന്ന സ്ത്രീ, ആ സ്ത്രീ ബിയർ കുപ്പി പിടിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു ടാബു ആണ് അവിടെ നമ്മൾ കണ്ടത്. ശരിക്കും എന്താണ്, സ്ത്രീകൾക്ക് മദ്യപിക്കാൻ പാടില്ലേ? അതിന്റെ ആരോഗ്യവശങ്ങളല്ല ഞാൻ ചോദിക്കുന്നത്, ആരോഗ്യവശങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. പുരുഷന്മാർക്ക് കള്ളു കുടിക്കാമെങ്കിൽ സ്ത്രീകൾക്കും കള്ളു കുടിച്ചുകൂടെ? അത് ഇത്ര വലിയ തെറ്റാണോ? തെറ്റൊന്നുമില്ല. ഇതിപ്പോ നമ്മൾ വസ്ത്രധാരണത്തിൽ കൊണ്ടുവന്നത് പോലെയൊക്കെ തന്നെ എനിക്ക് അതിനേം തോന്നുള്ളൂ. അപ്പൊ എല്ലാ ഇന്റർവ്യൂ എല്ലാ ചർച്ചകളിലും ഞാൻ പറയുന്ന പോലെ ഞാൻ ജീൻസും ബനിയനും ഇടുന്നുണ്ട്. അത് സാധാരണ അല്ലെങ്കിൽ ഇട്ട് വന്ന് തുടങ്ങിയത് നമ്മൾ കണ്ട് പുരുഷന്മാരാണ് ജീൻസും അല്ലെങ്കിൽ പാന്റും ബനിയനും അല്ലെങ്കിൽ ഷർട്ടൊക്കെ ഇട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. സ്ത്രീകൾ പൊതുവെ ചുരിദാറ്, സാരി അല്ലെങ്കിൽ പാവാട, ബ്ലൗസ് അതൊക്കെയാണല്ലോ. പക്ഷെ അതൊക്കെ മാറി. അതേപോലെ തന്നെ ആളുകൾ ഇതിനെയും ഡൈജസ്റ്റ് ചെയ്ത് ഇനിയെങ്കിലും തുടങ്ങണം എന്നുള്ളതാണ് കാര്യം. ഇപ്പൊ തന്നെ നമ്മൾ കാണാം, നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പെൺകുട്ടികൾ മദ്യപിക്കുന്ന വീഡിയോകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾ വല്ല റോഡരികിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നിന്ന് പുകവലിക്കുന്നതിന്റെ വീഡിയോസ്, ഇതിനൊക്കെ ഭയങ്കര വിമർശനങ്ങളും അല്ലെങ്കിൽ അത് ഭയങ്കരമായ ആളുകൾ എടുത്തിട്ട് എയറിട്ട് കയറ്റും. അതിനെ പറയാ, എന്തൊക്കെ പറയും, ഖിയാമത്ത് നാളിന്റെ നട്ടുച്ച അല്ലെങ്കിൽ ലോകാവസാനത്തിന്റെ നട്ടുച്ച, അങ്ങനെയൊക്കെ ആളുകൾ അങ്ങനെയൊക്കെയാണ് അതിനെ നോക്കി കാണുന്നത് എന്നുള്ളതാണ്. എന്നാ പിന്നെ നേരെ മറിച്ച് അതേസമയം ആണുങ്ങൾ മദ്യപിക്കുന്നതിന് ആളുകൾ അടിയിൽ വന്ന് ഇതല്ല പറയുന്നത്. അതെ, മാസാണ്. അല്ലെങ്കിൽ മാസം എന്ന് പറഞ്ഞില്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുകയാണ് ആളുകൾ. അപ്പോ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ആരോഗ്യപരമായ സംബന്ധമായ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ അതങ്ങനെ രണ്ടും രണ്ട് തട്ടിൽ കാണേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ, ആണുങ്ങള് സ്ത്രീകളെ മദ്യപിക്കുന്നത് ഇപ്പൊ അവർ ആരോഗ്യം കണക്കിലെടുത്ത് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ പുരുഷന്മാരോടും അത് പറയണം എന്നുള്ളതാണ്. കാരണം സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെയാണ് മദ്യം ആരോഗ്യപരമായി ബാധിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ എന്റെ ചില ഫ്രണ്ട്സിന്റെ വീടുകളൊക്കെ ഉണ്ട്, അവിടെ അവർ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടി ഒപ്പം ഇരുന്നിട്ടാണ് മദ്യപിക്കുന്നത്. എനിക്ക് വളരെയധികം നമുക്കൊരു നല്ല കൾച്ചറായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ്. കാരണം അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ മക്കൾക്ക് കള്ളത്തരങ്ങൾ ചെയ്യേണ്ടി വരുന്നില്ല. ഇപ്പൊ നമ്മുടെ സാധാരണ നാട്ടുമ്പുറത്തുള്ള ഒരു വീടാണെങ്കിൽ ഇനി പുരുഷനായാലും സ്ത്രീയാണെങ്കിലും സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. പുരുഷന്മാരാണെങ്കിൽ പോലും മദ്യപിക്കാൻ വീട്ടിൽ കള്ളം പറഞ്ഞു പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതല്ലെങ്കിൽ വീട്ടിലേക്ക് ഒളിഞ്ഞും പാത്തും വരണം. അങ്ങനെ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. അങ്ങനെ അവിടെയാണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് കള്ളത്തരം തന്നെ തുടങ്ങുന്നത്. ഈ ഒരു പ്രോസസ്സിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള ഫ്രീഡം ഉള്ള ഫാമിലി ആണെങ്കിൽ അവിടെ അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി ഓപ്പൺ ആയിരിക്കും ആ ഫാമിലിയോട്, അവർ കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും. പിന്നെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുമ്പോൾ ഈ ആൺകുട്ടിക്കുള്ള ഒരു ബോധം കൂടിയാണ് വരുന്നത്. ഓക്കെ, എൻ്റെ പെങ്ങൾ എൻ്റെ കൂടെ ഇരുന്ന് മദ്യപിക്കുന്നത് പോലെയാണ് മറ്റൊരു പെൺകുട്ടി ഒരാളുടെ കൂടി ഇരുന്ന് മദ്യപിക്കുന്നത്. അതിനെ ആ ഒരു സെൻസിൽ കാണാൻ പഠിപ്പിക്കുന്ന ഒരു ഇതും കൂടിയാണത്. ഈ സ്ത്രീകളുടെ മദ്യപാനത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഇന്ന് പുറം രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ കോമൺ ആണ്. ആൻഡ് നമ്മുടെ നാട്ടിലും ഒരുപാട് പേർ മദ്യപിക്കുന്നുണ്ട്, സ്ത്രീകൾ തന്നെ. പക്ഷേ ഇത് തുറന്നു പറയാൻ എല്ലാവർക്കും മടിയാണ്. എന്തുകൊണ്ടാണ്? താങ്കൾ ജഡ്ജ് ചെയ്യപ്പെടും, അല്ലെങ്കിൽ തങ്ങളെ ഒരു പൊട്ട സ്ത്രീയായി കണക്കിലാക്കും, ആ ഒരു കാറ്റഗറിയിലേക്ക് താങ്കൾ വീഴും എന്നുള്ളൊരു പേടി കൊണ്ട് സ്ത്രീകൾക്ക് അത് തുറന്നു പറയാൻ പറ്റുന്നില്ല. സോ അവിടെ വീണ്ടും ഈ കള്ളത്തരം കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് സ്ത്രീകളായാലും പുരുഷന്മാരായാലും തള്ളപ്പെടുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്ത്രീകൾ കള്ളു കുടിച്ചു കഴിഞ്ഞാൽ അവരുടെ മെക്കിട്ട് കയറാൻ ഉള്ള ഒരു അവസരമായി അത് കാണുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവള് പോക്ക് കേസാ, സോ അവളോട് എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്നുള്ളൊരു തോന്നൽ പലരിലും നമ്മുടെ നാട്ടിൽ നിന്നുണ്ട് എന്നുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി പുകവലിയുടെ കാര്യത്തിലേക്ക് വരിക, നമ്മളിപ്പോൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. കൊച്ചിയിലെ നമുക്കറിയാം, നമ്മൾ ഒരു രാത്രിക്കായി പുറത്തേക്ക് ഇറങ്ങുന്ന സമയങ്ങളിൽ ഒരുപാട് കഫേകളുണ്ട്, ചെറിയ ചെറിയ ചായക്കടകളുണ്ട്. ഈ കടകളിലൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്കവിടെ ആൺകുട്ടികളും പെൺകുട്ടികളും നിന്ന് സിഗരറ്റ് വലിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലിപ്പോൾ 2 ആൺകുട്ടികൾ നിന്ന് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ നോക്കുന്നത് പോലെയല്ല ഒരു പെൺകുട്ടി നിന്ന് സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ. പിന്നെ അങ്ങ് അടിമുടി മൊത്തത്തിൽ നോക്കും. എന്താണത്? കുറെ ആളുകൾ ഒളിഞ്ഞു നിന്ന് അത് വീഡിയോ എടുക്കും. അതെ, പുരുഷന്മാരെ എവിടെ നിന്ന് സിഗരറ്റ് വലിക്കുമ്പോൾ അത് ആൾക്കാർക്ക് വലിയൊരു പുതിയ കാഴ്ചയല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല ആളുകൾ അതിനെ നോക്കി കാണുന്നത്. അത് അവിടെ സ്വാഭാവികത കാണും ആളുകൾ അതിനത്. സ്വാഭാവികമല്ലേ, പുരുഷന്മാരായ മദ്യപിക്കും, സിഗരറ്റ് വലിക്കും. അതിലെന്താണ് ഇപ്പൊ? അത് അവന്റെ പൗരുഷമാണ്, അല്ലെങ്കിൽ അവന്റെ അതല്ലെങ്കിൽ അവൻ ഒരാണല്ല എന്ന് കണക്കാക്കുന്ന ആളുകൾ വരെയുണ്ട്. ഞാൻ കേട്ടിട്ടുണ്ട്, എന്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ പണ്ട് ഞാൻ പഠിച്ചിരുന്നിടത്തൊക്കെ 1-2 പേരൊന്നും സിഗരറ്റ് വലിക്കില്ല. അപ്പോൾ അവനെ പറ്റി നമ്മൾ എന്തെങ്കിലും സംസാര വിഷയമായി വരുമ്പോൾ പറയാം, അവൻ വെള്ളം അടിക്കത്തില്ല, കുടിക്കുകയില്ല, അവൻ ആണല്ല എന്നുള്ള ആ ഒരു ടൈപ്പ്. അവൻ മദ്യപിക്കാത്തവരൊക്കെ ആണുങ്ങളല്ലാതെ ആവുകയാണോ?
അല്ലെങ്കിൽ മദ്യപിക്കുന്നവർ മാത്രമാണോ പുരുഷന്മാർ, അല്ലെങ്കിൽ പുരുഷ കേസരികളായി കണക്കാക്കുന്നത്, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്നവർ മാത്രമാണോ? ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതിന്റെയാണ്. എന്നുവെച്ചാൽ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഇത്തിരി അച്ചടക്കമുള്ള അല്ലെങ്കിൽ ഒതുങ്ങി നടക്കുന്ന ഇത്തരം കാര്യങ്ങളിലൊന്നും പങ്കുചേരാത്ത ആളാണ് സ്ത്രീ എന്നും, പുരുഷൻ എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം അടിച്ച് മറ്റേ മോഹൻലാലിന്റെ സിനിമയിൽ പറയുന്നത് പോലെ അതെ തൊഴിക്കാൻ ആ ഒരു മൂഡിലേക്ക് മാറുന്ന അങ്ങനെ ഒരു ഇമേജ് പണ്ട് കാലം മുതൽ ഉള്ളതാണ്. പക്ഷെ പിന്നീട് അത് ഒരുപാട് മാറുന്നുണ്ടെങ്കിലും ഈ സ്ത്രീകൾ ഇത്തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നതുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മുടെ നാടിപ്പോഴും അത്രത്തോളം മാനസികമായി തയ്യാറായിട്ടില്ല. ഞാൻ ഈ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റഗ്രാമിലും കണ്ടിരുന്നു തോന്നുന്നു. അപ്പൊ അതില് ചില സിനിമകളിലൊക്കെ സ്ത്രീകൾ മദ്യപിക്കുന്ന സീനുകളൊക്കെ ഉണ്ടാവുമല്ലോ, അത് പ്രത്യേകം കട്ട് ചെയ്തിട്ടിട്ട് ആ നടീന്റെ പേര് വെച്ചിട്ട് ഹോട്ട് സീൻ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ആക്കിയിരുന്നത്. എത്ര പുരുഷന്മാരിരുന്ന് സിഗരറ്റ് വലിക്കുന്നു മദ്യപിക്കുന്ന സിനിമകളിൽ. അത് പ്രത്യേകം കട്ട് ചെയ്തെടുത്തിട്ട് മറ്റേ പൃഥ്വിരാജ് ഹോട്ട് സീൻ എന്നും പറഞ്ഞ ആരുട്ട ഞാൻ കണ്ടിട്ടില്ല. സ്ത്രീകൾ അത് ചെയ്യുമ്പോൾ അത് ഭയങ്കര ഹോട്ടായി, സെക്സിയായി, അല്ലെങ്കിൽ എന്താ പറയാ, അത് കാണാൻ പാടില്ലാത്ത അല്ലെ ടാബു ആയിട്ടുള്ളൊരു കാര്യം. എന്തിനേറെ പറയുന്നത്, നമ്മളിപ്പോ പറഞ്ഞ നമ്മള് താമസിക്കുന്നത് കൊച്ചി നഗരത്തിലാണ്. അപ്പം കൊച്ചി നഗരം എന്ന് ഞാൻ പറയാൻ കാര്യം അത് കുറേം കൂടെ ഡെവലപ്ഡ് ആയ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയാണ്. അവിടെ എന്താ പറയാ, ബാക്കി നഗരങ്ങളിലെ പോലെ ആളുകൾക്ക് അങ്ങനെയല്ല ഇവരുടെ ആളുകളുടെ ചിന്താഗതി വരേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ കണ്ട് പരിചയിച്ചതല്ല. പക്ഷെ കുറച്ചും കൂടെ എന്താ പറയാ, നമ്മൾ ചികഞ്ഞ്, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ആ ഏരിയയിലൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊന്നും ഒരിക്കലും അത് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ആളുകൾ എന്താ പറയാ, നമ്മൾ അങ്ങനെയല്ല നോക്കി കാണുന്നത്. നമ്മളടുത്തുനിന്ന് അങ്ങനെ ഒരു പ്രതികരണം വരുമ്പോൾ ഇവരൊരു പോക്ക് കേസുകളാണ്, നമ്മൾ ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്നവരാണ് എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ നമ്മളെ നോക്കി കാണുന്നത് വേറെ രീതിയിലാണ്. നമ്മൾ കുറച്ച് ലേറ്റ് ആയി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേക്കും അതിന് വേറെ മാനങ്ങൾ കാണുക. അതിൻ്റെ കൂടെ ഈ ഒരു എന്താ പറയാ, ഇത്തരം എന്തെങ്കിലും ഒരു ശീലം കൂടി നമുക്ക് ഉണ്ടെന്നുണ്ടെന്ന് അവരറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഒന്നുകൂടി അവർ ഈ സൊസൈറ്റിയിൽ നിന്ന് അകറ്റി നിർത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. ആളുകൾക്ക് ഇപ്പോഴും ഡൈജസ്റ്റ് ചെയ്യാൻ വളരെ വിമുഖത ഉള്ള ഒരു കാര്യമാണ് സ്ത്രീകൾ മദ്യപിക്കുന്നു, സ്ത്രീകൾ പുകവലിക്കുന്നു, അതല്ലെങ്കിൽ എന്താ പറയാ. പക്ഷെ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഈ പണ്ടൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയാ, ഇത് ആരെങ്കിലുമൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ, അതായത് മയക്കുമരുന്ന് കടത്ത് ഇതൊക്കെ ഏതെങ്കിലും സ്ത്രീ ചെയ്തത് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് വളരെ സീക്രട്ട്ലി ആയിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ മയക്കുമരുന്ന് കടത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമ്മോറൽ ട്രാഫിക്കിൽ പിടിക്കപ്പെട്ട സ്ത്രീകളെയൊക്കെ മുഖം വരെ വെളിവാക്കിയിട്ടാണ് വാർത്തകളിൽ കാണിക്കുന്നത്. അതൊരു നല്ല മുന്നേറ്റമായിട്ട് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം ഇന്നത്തെ കാലത്ത് ഞാൻ ഒരു വലിയ നല്ല കാര്യമായിട്ട് പറയല്ല, ഈ ഇത്തരത്തിലുള്ള പെഡ്ലിംഗ് പോലെയുള്ള അല്ലെങ്കിൽ ഡ്രഗ്സിന്റെ സെയിൽ പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഡീലിങ്സിലൊക്കെ വളരെ സജീവമായി നിൽക്കുന്ന സ്ത്രീകളാണ്. അതൊരു നല്ല നേട്ടമായിട്ടല്ല ഞാൻ പറയുന്നത്, ഒരു മോശപ്പെട്ട കാര്യം തന്നെയാണ്. പക്ഷെ സ്ത്രീകൾ ഇന്നതിൽ വളരെ ആക്റ്റീവാണ്. അത്തരത്തിലുള്ള സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അത് തുറന്നു കാണിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം എന്നും പുരുഷന്മാരെ മാത്രം പ്രതിയാക്കുന്നതിലല്ലല്ലോ ഒരു ഈക്വാലിറ്റി ഇരിക്കുന്നത്. സ്ത്രീകൾ തെറ്റ് ചെയ്യുമ്പോൾ സ്ത്രീകളെ ചൂണ്ടിക്കാണിക്കണം എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് ഇവിടെ നമ്മുടെ എന്താ പറയാ, സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നിയമങ്ങൾ ഇപ്പൊ ഈ പുകവലിക്കരുത്, പുകവലിക്കുന്നത് തെറ്റാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പുകവലിക്കുന്നവർ അതിനോടുള്ള ഒരു അഡിക്ഷൻ മൂലമോ അതല്ലെങ്കിൽ അവർക്കത് വേണം എന്നുള്ളത് കൊണ്ടാണ് അവരിത് വലിക്കുന്നത്. പക്ഷെ അതും പൊതുസ്ഥലത്ത് നിന്ന് സിഗരറ്റ് വലിക്കാൻ പാടില്ല. അങ്ങനെ സർട്ടൻ നിയമങ്ങളുണ്ട് അതിന്. അത് പാലിച്ചുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നവരെ നമുക്ക് ഒരിക്കലും കുറ്റക്കാരാക്കാൻ സാധിക്കില്ല. സ്ത്രീ ആണെങ്കിലും പറ്റില്ല, പുരുഷന്മാരാണെങ്കിലും പറ്റില്ല. കള്ളു കുടിക്കുകയാണെങ്കിൽ കള്ളു കുടിച്ചതിന് വിട്ടിരിക്കണം, അല്ലെങ്കിൽ വണ്ടി ഓടിക്കരുത്. സർട്ടൻ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഇത് പാലിക്കുന്ന പുരുഷന്മാര് നല്ലവരാണെങ്കിൽ സ്ത്രീകളും നല്ലവരാണ്. അതിനെ അംഗീകരിക്കാൻ നമ്മുടെ സൊസൈറ്റി തയ്യാറാവണം എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുകവലി ആയാലും സിഗരറ്റ് ആണെങ്കിലും മറ്റ് ഡ്രഗ്സ്, പുകവലി ആണെങ്കിലും കള്ളുകൂടി ആണെങ്കിലും ഇനി മറ്റെന്തെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും അത് യൂസ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഫിസിക്കലി അത്ര നല്ല കാര്യമല്ല. നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് അത് അത്രത്തോളം നല്ല കാര്യമല്ല. പക്ഷെ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിൻ്റെതായ നിയമങ്ങൾ പാലിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലീഗലി ഓക്കെ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ് എന്നുള്ളതാണ്. തെറ്റാര് ചെയ്യുകയാണെങ്കിലും അത് തെറ്റ് തന്നെയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ പൊതുസ്ഥലത്ത് വെച്ച് നമ്മൾ കാണാറുണ്ട് പുരുഷന്മാര് ചിലര് കയ്യിൽ കുപ്പി പിടിച്ചോണ്ട് നടന്നു കുടിക്കുന്നവരും ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ വണ്ടി കുടിച്ച് അതുണ്ട്, അപകടങ്ങൾക്ക് കാരണമാക്കുന്നവരുണ്ട്. അതല്ലാതെ വഴിയരികിൽ മദ്യപിച്ച് ബോധരഹിതരായി കിടക്കുന്നവരുണ്ട്. അപ്പം അവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർ ചെയ്യുന്നതും തെറ്റാണ്. ഇനിയിപ്പോൾ അതൊരു സ്ത്രീ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ഹീറോയിസമായി കണക്കാക്കണം എന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല, അതും തെറ്റാണ്. തെറ്റാര് ചെയ്താലും തെറ്റാണ്. മറ്റേ നല്ല കള്ളൻ ചീത്ത കള്ളൻ എന്നൊന്നുമില്ലല്ലോ, കള്ളൻ ഒന്നല്ലേ ഉള്ളൂ.
അതേപോലെ തന്നെയാണ് തെറ്റാര് ചെയ്താലും അത് തെറ്റ് തന്നെയാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു വന്നതാണ്, ഈ എന്താ പറയുക, ഇപ്പം ഈ ഇതുപോലത്തെ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഡ്രഗ് ഡീലിങ്സ് ഒക്കെ നടത്തുന്ന സ്ത്രീകളുടെ മുഖമൊന്നും അങ്ങനെ എന്താ പറയാ മറച്ചു വെക്കാതെ വെളിവാക്കി കാണിക്കുന്നതൊക്കെ അതൊരു ഇക്വാലിറ്റീന്റെ നല്ല ലക്ഷണമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അത് തെറ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആക്കി എടുക്കരുത്. അതായത് ഞാൻ വാർത്തയിൽ വന്നു, അതുകൊണ്ട് നാളെ എന്താ പറയാ ബാക്കി സ്ത്രീകളും വരട്ടെ, സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാഗമായി മാറട്ടെ, അത് അങ്ങനത്തെ ഒരു സെൻസിൽ അതിനെടുക്കാതിരിക്കുക. അതേപോലെ തന്നെ എന്താ പറയാ ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവിടെ സ്ത്രീകൾ അത് ചെയ്യുമ്പോൾ ഭയങ്കര ടാബു ആയിട്ട് കണക്കാക്കുക, പുരുഷന്മാർ ചെയ്യുമ്പോൾ അത് അവൻ ചെയ്തോട്ടെ, അത് ആണല്ലേ അവൻ, അപ്പൊ പിന്നെ അവനതൊക്കെ ആവാലോ എന്നുള്ള ഡയലോഗുകളൊക്കെ മാറ്റുക. സ്ത്രീകൾ അതേപോലെ തന്നെ ജീൻസും ബനിയനൊക്കെ ഇട്ട് പോകുമ്പോൾ അതിനെ നോക്കി ആളുകൾ കമന്റ് അടിക്കുന്നത് കാണാറുണ്ട്. എന്താ പറയാ ആണ് പോകുന്നു അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ. പക്ഷെ അതും മാറ്റുക. ഇത് എന്താ പറയാ കാലം മാറി, പണ്ടത്തെ പോലെയല്ല. ആളുകൾ എന്താ പറയാ ഈ അത് ആണിന് മാത്രം പറ്റുന്നത്, ഇത് പെണ്ണിന് മാത്രം പറ്റുന്നത്, അങ്ങനത്തെ കാറ്റഗറൈസേഷന്റെ കാലമൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് എന്താ പറയാ എല്ലാത്തിനെയും ഈക്വലായി കാണുക എന്നുള്ളൊരു കാലമാണ്.